രാക്ഷസ നടികർ, ആക്ഷനും കട്ടിനുമിടയിൽ മിന്നിമായുന്ന ലാലേട്ടന്റെ ഭാവങ്ങൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് തുടരും സിനിമയിലുള്ളത്. അതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ തുടരും സിനിമയെ നെഞ്ചിലേറ്റിക്കഴിഞ്ഞു ആരാധകർ. അടുത്ത 200 കോടി ക്ലബിലേക്കാണോ മോഹൻലാലിന്റെ ഈ യാത്ര? ആശീർവാദ് അല്ലാത്ത ബാനറിൽ അപൂർവ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഒരു മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ പറ്റാവുന്നതിലും വലിയ സ്കെയിലിൽ നിർമ്മിച്ച എമ്പുരാന് അർഹിച്ച വിജയം തന്നെയാണ് സിനിമാ പ്രേമികൾ നൽകിയത്. എന്നാൽ ഇതൊന്നുമില്ലാതെയാണ് ഞെട്ടിപ്പിക്കുന്ന കളക്ഷനുമായി തുടരും മുന്നേറുന്നത്. തരുൺമൂർത്തി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം തുടരും മികച്ച അഭിപ്രായം നേടി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. ഇറങ്ങിയ എല്ലാ ഭാഷയിലും വിജയം കൊയ്യുകയാണ് തുടരും. സിനിമ ആഗോള കളക്ഷനിൽ 100 കോടിയിലേക്ക് നീങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തീർത്തും ഒരു ഫാമിലി ഡ്രാമ ജേണറിൽ ഇറങ്ങിയ സിനിമയിൽ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലായിരുന്നു മോഹൻലാൽ എത്തിയത്. നടന്റെ പ്രകടനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ആക്ഷൻ രംഗങ്ങളിലെ മോഹൻലാലിന്റെ പ്രകടനത്തിന് തിയേറ്ററുകളിൽ വലിയ കയ്യടി തന്നെ ലഭിക്കുന്നുണ്ട്. സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെയും എല്ലാവർക്കും ഇഷ്ടമായി. പ്രകാശ് വർമ്മയുടെ പ്രകടനത്തിനും വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് മലയാള സിനിമയിലെ ഹിറ്റുകളുടെ കൂട്ടത്തിലേക്കാണ് മോഹൻലാൽ ചിത്രം തുടരും എത്തിയിരിക്കുന്നത്. നിലവിലെ ട്രെൻഡ് അനുസരിച്ച് അടുത്ത 200 കോടി ക്ലബിലേക്കാണ് മോഹൻലാൽ ചിത്രം കടക്കുന്നതെന്നാണ് ആരാധകരും പറയുന്നത്. അതായത് മലയാള സിനിമയിലെ ആദ്യത്തെ 50 കോടി, 75 കോടി, 100 കോടി, 150 കോടി, പോട്ടെ 300 കോടി സിനിമകളെല്ലാം മോഹൻലാലിന്റെ പേരിൽ തന്നെയാണ്. തുടരും 200 കോടി ക്ലബിലെത്തിയാൽ ഒരു മാസത്തിനിടെ 200 കോടി ക്ലബിൽ കയറിയ ഇന്ത്യയിലെ ഏക നടൻ എന്ന വിശേഷണം മോഹൻലാലിന്റെ പേരിൽ തന്നെയാകും. ഏകദേശം 20 കോടിയോളം ബജറ്റിലാണ് തുടരും എന്ന ചിത്രം ഒരുക്കിയത്. അതായത് നിർമ്മാണ ചെലവ് വെച്ച് നോക്കിയാൽ വമ്പൻ ബജറ്റിലെത്തിയ എമ്പുരാനേക്കാൾ ലാഭകരമായ സിനിമയായി മാറിയിരിക്കുകയാണ് തുടരും സിനിമയെക്കുറിച്ച് അതിന്റെ പിന്നണി പ്രവർത്തകർ വലിയ അവകാശവാദങ്ങളൊന്നും ഉയർത്തിയിരുന്നില്ല തുടക്കത്തിൽ. എന്നാൽ പ്രേക്ഷകരുടെ സ്വീകാര്യത കൊണ്ട് മാത്രമാണ് റിലീസിന് പിന്നാലെ കത്തിക്കയറുന്ന കാഴ്ച തുടരുമിൽ നമുക്ക് കാണാൻ സാധിച്ചത്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകയിലും തെലുങ്കിലും സിനിമയ്ക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനയാണ് സിനിമ നടത്തിയിരിക്കുന്നത്. 267.37K ടിക്കറ്റാണ് തുടരും സിനിമ ഇതുവരെ വിറ്റഴിച്ചത്. നാളെ പുറത്തിറങ്ങാനിരിക്കുന്ന സൂര്യയുടെ ചിത്രമായ റെട്രോ നാനിയുടെ ഹിറ്റ് 3 അജയ് ദേവ്ഗൺ ചിത്രത്തിനെക്കാട്ടും കൂടുതലാണ്. 79.98K ടിക്കറ്റുകൾ മാത്രമാണ് സൂര്യയുടെ ചിത്രത്തിന് വിൽക്കാനായത്. തുടരും 3 ദിവസം കൊണ്ട് 69 കോടിയിലധികം നേടി. ഈ പോക്കുപോയാൽ ഏപ്രിൽ 25 ഇറങ്ങിയ തുടരും അധികം വൈകാതെ തന്നെ 100 കോടി അടിക്കുമെന്ന് ഉറപ്പാണ്. ഇനി 200 കോടിയിലേക്കുള്ള യാത്രയിലാണ് മോഹൻലാൽ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.